നമസ്കാരം, ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹർഷ, നാരങ്ങ മിഠായൊക്കെ കഴിച്ചു കഴിഞ്ഞോ? ഇന്ന് ഗുലാബ് ജാമുനെ പോലെയാണല്ലോ വന്നിരിക്കുന്നത്. ശരിയാണല്ലേ? അതൊക്കെ ഇരിക്കട്ടെ. ഈ നാരങ്ങ മിഠായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു മെയിൽ വന്നു കേട്ടോ. ഈ മെയിൽ ഞാൻ മാത്രമേ വായിച്ചുള്ളൂ, ചേട്ടൻ വായിച്ചിട്ടില്ല. അതാണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. അതായത് ഈ മെയിലിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കത്തി വെച്ച് ഇത് എങ്ങോട്ടാ പോകുന്നത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കത്തി ഇച്ചിരി കുറച്ചാൽ കൊള്ളാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കത്തി കൂടുതലാണോ? എനിക്കങ്ങനെ തോന്നില്ല. നമ്മൾ കത്തിച്ചങ്ങ് പോവല്ലേ, അതല്ലേ വേണ്ടത്. പക്ഷെ നമ്മൾ ഇത്തിരിയൊക്കെ കത്തി വെച്ചാലും നമുക്കൊരു സുഖമുള്ളൂ അല്ലേ? അത് തന്നെ, കാണുന്നവർക്കും ഒരു സുഖം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ കത്തി വെച്ചിരുന്നാ പോരല്ലോ. വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇന്ന് തുടങ്ങാം. ഇന്ന് അവർ പറഞ്ഞ മെയിൽ അയച്ച ആളുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് പെട്ടെന്ന് തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ കോളർ നമുക്ക് റെഡിയാണ്, നമുക്ക് തുടങ്ങിയാലോ? നമസ്കാരം, ബീറ്റ് ബഫിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരാ? എന്താ പേരെന്താ? റംനേഷ്, കണ്ണൂരിൽ നിന്നാണല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ റംനേഷ്? അങ്ങനെ കോവിഡിന്റെ ആയതുകൊണ്ട് ഈ ഒരു സമയത്തും എന്തെങ്കിലും അടഞ്ഞുകൂടിയ ഒരു സമയമാണ്. ഓക്കെ. പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് നല്ലൊരു പ്രകൃതിയുടെ ഐശ്വര്യം തെളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ കാണുന്നത്. അല്ല, സംസാരത്തിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, സാഹിത്യമൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ ചിട്ടാപ്പള്ളി ഷോറൂമിലായിരുന്നു 5 വർഷം. അപ്പൊ അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് അതല്ല, സംസാരിക്കുമ്പോ ഒരു കണ്ണൂർ സ്ലാങ് വരുന്നില്ല, അതാ ചോദിച്ചത്. താങ്ക് യു സോമ്യ മാഡം. റംനേഷ് എന്ത് ചെയ്യാണ്? ഞാൻ ഷോറൂമിലാണ്. ഇപ്പൊ കണ്ണൂർ വന്നിട്ടുണ്ട്. അതെ. പാട്ടൊക്കെ പാടുവോ? ചെറിയ രീതിയിലൊക്കെ. ചെറിയ രീതിയിൽ പാടിയാൽ മതി, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അറിയുന്ന പാട്ട് മാത്രം പാടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പാട്ട് പാടുവോ? തീർച്ചയായിട്ടും. അപ്പൊ പാടിക്കോ, കേക്കട്ടെ. മലയാളം വേണം, ഹിന്ദി ഏതായാലും കുഴപ്പമില്ലല്ലോ? ഏതായാലും കുഴപ്പമില്ല. कभी ख्वाबों में आओ, रहते पलकों के साए में आकर मिलाओ, मैं वो खुशबू नहीं जो हवा में खो जाऊं. हेलो. നന്നായിട്ട് പാടി. അതുപോലെ തന്നെ ഈ പാട്ട് ഭയങ്കര ഇൻസിഡന്റ് ആണ് കേട്ടാ. ഈ പാട്ട് ഞാൻ ഇന്നലെ കേട്ടതേ ഉള്ളൂ. ഇതാരാ പാടിയെന്നറിയാമോ? ഇന്നലെ ഞാൻ ഈ ആൽബം കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു സോങ് ആയിരുന്നു അല്ലേ? ആണല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു സ്പാർക്ക്. അല്ലല്ല, നല്ല സോങ് ആണ് ഇത്. ഇപ്പൊ ആരായാലും ഈ പെട്ടെന്ന് ഇപ്പൊ ഒരാൾ കേൾക്കുവാണെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് കേട്ടു പോകും. അങ്ങനത്തെ ഒരു സോങ് ആണ്. ഏതാ? ആ വ്യക്തിക്ക് മാത്രം പാടിക്കൊടുത്താണ്, നല്ല മനസ്സിന് വേണ്ടി. റംനേഷ്, അതുപോലെ ബാക്കി വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സാർ. ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്, അമ്മ. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഞാനും അച്ഛനേ ഉള്ളൂ. കല്യാണം നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നോക്കാന്നുള്ളൊരു സാഹചര്യമാണ്. അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറേഞ്ച്ഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കണം. ലവ് മാരേജ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നോക്കി വെച്ച് കാണുമല്ലോ അല്ലേ? ഒരിക്കലുമില്ല. നക്ഷത്ര പൊട്ടുപോലെ ഒരു വ്യക്തി വരികയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പൊ റംനേഷ്, നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് പോവാം. നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു സോങ്ങിന്റെ അനുപല്ലവി നമ്മൾ പ്ലേ ചെയ്ത് തരും. അതിന്റെ പല്ലവിയാണ് റംനേഷ് നമുക്ക് പാടി തരേണ്ടത്. അറിയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അറിയാൻ ചാൻസ് ഉണ്ട്. റെഡി? ഓക്കെ, വരട്ടെ, പാട്ട് വരട്ടെ. താമരപ്പൂമൊട്ട് പോലെ നിന്റെ ഓമൽ കുറുന്നുടൽ കണ്ടു, ഗോമേതകത്തിൻ മണികൾ പോലെ ആമല കണ്ണുകൾ കണ്ടു. കേട്ടോ? കേട്ടു. നല്ല പാട്ടല്ലേ? നല്ല പാട്ട്. കേട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പാടി തരണം നമുക്ക്. നല്ല കിടിലൻ പാട്ടാണ്, നല്ല ഹിറ്റ് പാട്ടാണ്.
പിന്നെ കണ്ണൂരൊക്കെ ആയതുകൊണ്ട് പിന്നെ താഴെ ചൊവ്വയിലായതുകൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ ക്ലൂ തരാം അല്ലേ? ക്ലൂ കൊടുക്കാം അല്ലേ? പാവല്ലേ? ക്ലൂ വേണോ? ഹലോ, ഒരു ക്ലൂ വേണോ? ചെറിയൊരു ക്ലൂ തരാം. ഇതൊരു മമ്മൂട്ടി ചിത്രമാണ് കേട്ടോ. കിട്ടിയോ? വളരെ ഷോക്കായി പോയല്ലോ. അയ്യോ സാരമില്ല, ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു പ്രോഗ്രാമിൽ വിളിച്ചു നമുക്കൊരു പാട്ടൊക്കെ പാടി തന്നില്ലേ? അത് തന്നെ നല്ല കിടലായിട്ട് പാട്ട് പാടി. എന്നാലും സമ്മാനം കിട്ടിയില്ല, സാരമില്ല, പോട്ടെ. പാട്ട് കേൾക്കണ്ടേ ഏതാണെന്ന്? അപ്പൊ ശരിയായ ആൻസർ ഇപ്പൊ വരും കേട്ടോ. നെറ്റിയിൽ പൂള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി പാടാത്തതെന്തേ? ഞാൻ പറഞ്ഞതുപോലെ ഞെട്ടിയില്ലേ? ഇത്ര സിമ്പിൾ പാട്ടായിരുന്നു. അയ്യോ അയ്യോ എന്നൊക്കെ കരയണം അതിന്റെ ഇടയിൽ. അപ്പൊ എന്തായാലും ഈ പാട്ടിന് അടുത്തതായിട്ട് ഈ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോണത്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും. ആർക്ക് വേണ്ടിട്ടാ? എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി. റംനേഷിനും റംനേഷിന്റെ ഫാമിലി എല്ലാവർക്കും അല്ലേ? 2 സിസ്റ്റേഴ്സ്, പിന്നെ ആരായിരുന്നു? അച്ഛനമ്മയും. ഒരു ചേച്ചി, ഒരു അനിയത്തി, അച്ഛനമ്മയും. ഓക്കെ 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 ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കാണാം അല്ലേ? അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ റംനേഷ്. ഓക്കെ, ബൈ ബൈ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കിഡ്ലൻ പാട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ റംനേഷിനും റംനേഷിന്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും കണ്ണൂരിൽ നിന്ന് വിളിച്ച റംനേഷിന് വേണ്ടിയിട്ട് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞ സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഹർഷ, ഈ സിനിമയിൽ ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയും അതുപോലെ തന്നെ സുഹാസിനിയും ഗ്ലാമറിൽ ഇല്ലേ നന്നായി അഭിനയം ഓൾറെഡി ഉണ്ടല്ലോ രണ്ടുപേരും. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരുപാട് സിനിമകളിലൊക്കെ സുഹാസിനൊക്കെ. ഈ സുഹാസിനി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നേ നീളമുള്ള മുടി ഉണ്ടല്ലോ, അതെന്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് കേട്ടോ. ഈ നീളമുള്ള മുടി എന്ന് പറയുന്നത് ഇവിടെ ആവൂല. എന്തായാലും അത് പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരി ഇപ്പൊ സജീവമായിട്ട് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നല്ല കിടലിനായിട്ട് അഭിനയിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ നമുക്ക് കഥ പറഞ്ഞിരുന്ന പോലെ. അതെ, നമുക്ക് അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ ജിജി. ജിജി ജിജി എവിടുന്ന് വിളിക്കുന്നു? കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് എവിടെയാ? കാഞ്ഞങ്ങാട് പരപ്പ. അങ്ങ് ഹിൽ സ്റ്റേഷനിലോട്ട് പോണല്ലോ. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എന്താ പരിപാടി വീട്ടിലിരുന്നിട്ട്? വെറുതെ ചുമ്മാ ഇരിക്കും. വെറുതെ അങ്ങ് ചുമ്മാ ഇരിക്കുക, തിന്നുക അല്ലേ? അതെ, അത് നമ്മുടെ ജോബാണല്ലോ. തിന്നാന്ന് പറഞ്ഞതാണ് ജോബ്. നമ്മളൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്നാണ് തോന്നുന്നത്. ഹർഷയ്ക്ക് പറ്റിയൊരു കൂട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹർഷയ്ക്ക് യാ. വേറെ ജോലിയൊന്നുമില്ല, ജോലിക്കൊന്നും പോകുന്നില്ല. ജോലി ടീച്ചറാ. ഓ, ടീച്ചറാണ്. പിന്നെ വെറുതെ ഇരുന്ന് തിന്നുവാണെന്ന് പറഞ്ഞു. ലോക്ക്ഡൌൺ അല്ലേ? ഓ അങ്ങനെ. അല്ല, ടീച്ചറായാലും അങ്ങനെയാണെന്നാണ് ഉദ്ദേശിച്ചത്. ടീച്ചർമാർക്ക് എന്താ കഴിക്കണ്ടേ അല്ലേ ജിജി? അതാണ് കഴിക്കുന്ന ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഏത് ക്ലാസ്സിലാ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോ യു പി. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൊത്തം മലബാറിലോട്ടാണെന്ന് തോന്നുന്നു പോണത് അല്ലേ? ഇതിന് മുന്നേ വന്ന കോളർ കണ്ണൂരിൽ നിന്നായിരുന്നു. ഇപ്പൊ കാഞ്ഞങ്ങാട് നിന്ന് ഒരാൾ വിളിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരാളായിട്ടുണ്ട്. അതെ, കണ്ണൂർക്കാർ കാസർഗോഡ് നല്ല മനസ്സുള്ളവരല്ലേ? ആണല്ലേ? അല്ല, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഒരാൾ കണ്ണൂർ, ഒരാൾ കാസർഗോഡാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് വിശാല മനസ്കര. അതാണ്. എന്താ പേര്? പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് 2 ചെറിയ കുട്ടികളുണ്ട് എനിക്ക്. ഒരാൾ 7 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്. കുട്ടികളുടെ പേരെന്താണ്? മൂത്ത ആളുടെ ദിൽഷാനിയ, രണ്ടാമത്തെ ആള് ജസൽ. അല്ല, നമുക്ക് പാട്ട് പാടാൻ റെഡി ആയിട്ട് നിക്കുവാണെന്ന് തോന്നുന്നത്. പാട്ടൊന്നും പഠിച്ചില്ല, എന്നാലും പാടാം. അതാണ്, ഈ പാട്ട് പഠിക്കാത്തവരാണ് നമുക്ക് നന്നായിട്ട് പാട്ട് പാടി തരുന്നല്ലേ? ഹർഷയുടെ പാട്ട് പാടിയാലോ? അധികം നമുക്ക് സംസാരിക്കണം. പാടിയാലോ? ഒരു പാട്ട് പാടാം. എന്റെ പിള്ളേരെ ഇഷ്ടപ്പെട്ട. ഓ, മക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് പോകുന്നത്. ഓക്കെ, റെഡി, പാടിക്കോ. തുമ്പീവ തുമ്പക്കുടത്ത് തുഞ്ചത്ത ഊഞ്ഞാലിട. മതിയോ? കുഴപ്പമില്ല. തുമ്പി എന്തായാലും ഊഞ്ഞാലിടട്ടെ അല്ലേ?
സാരമില്ല, എന്തായാലും നമുക്ക് ഇത്രയൊക്കെ പാടി തന്നെ. തുമ്പി മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ. ഈ തുമ്പി ആ പഞ്ചായത്തിൽ പോലും ഉണ്ടാവൂല. നല്ല പ്രോഗ്രാമാണ്. അത് നമ്മളൊന്ന് സോപ്പിടാണല്ലേ. ഒന്നും കാര്യമില്ല. അല്ല മഴയാകുമ്പോ തുമ്പി അധികം നിക്കത്തില്ലല്ലോ അല്ലേ? അല്ല മഴയത്ത് തുമ്പി നിക്കത്തില്ല, പോയിക്കാണ്. സാരമില്ല, കുഴപ്പമില്ല. എന്തായാലും എല്ലാം നല്ല പ്രോഗ്രാമാണ്. പ്രോഗ്രാം നല്ലതാണ്. താങ്ക് യു. നമുക്ക് പാട്ടിലോട്ട് കേൾക്കാം, ബീജിയം കേൾക്കാം. ഓക്കെ ഓക്കെ, റെഡി. കേട്ടോ? കേട്ടു. ആ ഫനയിലെ പാട്ട്. ഫനയിലെ പാട്ടാണ്. പക്ഷെ പാട്ട് ഫിലിമിന്റെ പേര് പറഞ്ഞു. ഫിലിമിന്റെ പേര് പറഞ്ഞ വേറൊരു പരിപാടി ഉണ്ട്, അതിന്റെ പേര് പറഞ്ഞാൽ മതി. ഇതില് പക്ഷെ പാട്ടെന്നെ നമുക്ക് പാടി തരണം. അയ്യോ, മേരി ഹാത്ത് മേ തേരി അതന്നെ. ഏത്? ഇതല്ല, ഇങ്ങനൊരു പാട്ടില്ല. എനിക്ക് വയ്യ ദൈവമേ, ഞാൻ ചിരിച്ചിരിച്ച് മടുത്ത്. അതന്നെന്നോ? ഏത്? അയ്യോ അയ്യോ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും കിട്ടും. ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്, ഒന്നുകൂടെ പാടി നോക്ക്. കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇപ്പം ഇല്ലെങ്കിലും എക്സൈറ്റ്മെന്റിൽ വിളിച്ചോണ്ടായിരിക്കാം ചിലപ്പോ. എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയതെന്ന് തോന്നുന്നു, പാട്ട് കിട്ടാത്തതും അല്ലേ? അതെ അതെ അതെ. കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചല്ലോ. അതെ അതെ. നല്ലൊരു കിടിലം പാട്ട് നമുക്ക് പാടി തന്നിട്ടുണ്ട്. എന്നെ അടുത്ത പ്രാവശ്യേ ബീറ്റ് ബഫിൽ വിളിക്കുമ്പോഴേക്കും നല്ലൊരു പാട്ട് പഠിച്ച് സെറ്റ് ആയിട്ട് വിളിക്കണം കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഓക്കെ, എന്തായാലും സമ്മാനം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പാട്ട് നമുക്ക് കേൾക്കണ്ടേ? ആൻസർ കേൾക്കണ്ടേ? കേൾപ്പിക്കാം കേട്ടോ. നല്ല കിഡിലായിട്ട് സോനുനകം പാടിയ ഒരു പാട്ടായിരുന്നത്. ഇപ്പൊ ലിറിക്സ് ഒക്കെ മനസ്സിലായോ? ഇനി ഈ പാട്ടാണ് വരാൻ പോകുന്നത്. ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അത് പറ. എന്റെ ഹസ്ബൻഡിന് വേണ്ടി. കുവൈറ്റിലാണോ ഉള്ളത്? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണോ? ഇല്ല, അവിടെ തന്നെ നിക്കാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിയുടെ പേരെന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹസ്ബൻഡിന് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഉണ്ടല്ലേ. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ എപ്പോഴായിരുന്നു പാടി കൊടുത്തത്? ഒരു കൊല്ലായി അല്ലേ? വെറുതെ അല്ല, അവിടെ തന്നെ നിക്കണതല്ലേ? അതേന്ന്. അതുകൊണ്ട് തന്നെ പാട്ട് പാടി അവിടെ തന്നെ നിർത്തിക്കും. അതാണ് വരണ്ടെന്ന്. ഓക്കെ, കൊള്ളാം. അപ്പൊ എന്തായാലും സാരമില്ല, സമ്മാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പത്തേക്കും പാട്ടിന്റെ വരികളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പാട്ട് പറഞ്ഞാ പോരാ, ഐ മീൻ സിനിമയുടെ പേര് പറഞ്ഞാ പോരാ, 2 വരിയെങ്കിലും പാടണം. അതാണ് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയുക റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമ്മാനം കിട്ടാത്തത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം, പരിപാടി കാണണം, ഇനിയും വിളിച്ചിട്ട് സമ്മാനമൊക്കെ മേടിക്കണം. കാഞ്ഞങ്ങാട്ടുകാരുടെ അഭിമാനം കാക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ കാഞ്ഞങ്ങാട് നിന്ന് ജിജി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജിജിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല, പാട്ട് ശരിക്കും പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജിജി പാട്ട് ജിജിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഡിഗാൾ അല്ലേ? ഡിഗാൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുവൈറ്റിലുള്ള ഡിഗാളിന് വേണ്ടിയിട്ട് ഈ പാട്ട് ജിജിക്കും ഡിഗാളിനും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ടൊന്ന് കാണാം. അപ്പോൾ സോനു നിഗം പാടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ സോനു നിഗം എന്ന് പറയുന്നത് തന്നെ ബോളിവുഡിന്റെ ഒരു അഹങ്കാരമല്ലേ? അതെ അതെ അതെ, അതല്ലേ പറയാൻ വന്നത്? എനിക്കറിയായിരുന്നു. എൻ്റെ 2 ഫേവറേറ്റ് ആണ് സോനു നിഗവും നമ്മുടെ ഷാറൂഖ് ഖാനും. അപ്പോൾ ഷാറൂഖ് ഖാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോങ്സ് പാടിയിരിക്കുന്നത് സോനു നിഗം ആണെന്ന് തോന്നുന്നു. ഷാറൂഖ് ഖാന് വേണ്ടിയിട്ട് ഷാൻ പാടിയിട്ടുണ്ട്, എങ്കിലും സോനു നിഗം ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ, കൽഹോനാഹോലൊക്കെ കിടിലം പാട്ടുകളൊക്കെ. ആ പാട്ട് പാടുന്നുണ്ടോ? ഇല്ല പാടുന്നില്ല. സോനു നിഗം ഒക്കെ പാടി വെച്ചതാണ്, വെറുതെ നശിപ്പിക്കണം, വേണ്ട. അപ്പൊ എന്തായാലും അവര് കിടിലം കോംബോയാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത കോംബോ ആയിട്ട് വരാൻ പോകുന്ന ആരാ നോക്കണം അല്ലേ? അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അൻസിയ. അൻസിയ എവിടുന്ന് വിളിക്കുന്നു?
ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ആ ട്രിവാൻഡ്രത്ത് എവിടെയാ? മണക്കാട്. മണക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ. അൻസി എന്താ ചെയ്യുന്നേ? 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അയ്യോ, ഒരു കൊച്ചു കുട്ടിയാണ്. ആ സ്കൂളിലൊന്നും പോണ്ടല്ലോ? ഇല്ല, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഉണ്ടല്ലേ? ആ ഉച്ചവരെയാണോ ക്ലാസ്? ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ആണോ? ആ എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടോ? ആ സ്കൂളിൽ പോകുന്നതാണോ നല്ലത് അതോ ഓൺലൈൻ ക്ലാസ് ആണോ നല്ലത്? സ്കൂളിൽ പോകുന്നത്. അതെന്തു പറ്റി? വീട്ടിലെല്ലാവരും കാണുന്നുണ്ടല്ലേ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ? ആ അല്ല, ഓൺലൈനിലാകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ല് കിട്ടൂലല്ലോ അല്ലേ? ആ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയിരുന്ന് പഠിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലോ അല്ലേ, സ്കൂളിലൊക്കെ പോയിട്ട്. ആ ആ എല്ലാരും ഈ ആ ആ ആ എന്നുള്ള ഉത്തരം മാത്രമേ ഉള്ളോ? ചാറ്റ് ചെയ്യുമ്പോ ആ, ചാറ്റ് ചെയ്യുന്ന പോലെ അതാണ്. ആ ആ ആ എന്ന് പറയുന്നു. അൻസിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും ചേട്ടൻ. ചേട്ടന് അമ്മയും അച്ഛനും ചേട്ടനൊക്കെ എന്ത് ചെയ്യാണ്? ചേട്ടൻ ഇപ്പൊ +1, അമ്മ ഹൗസ് വൈഫ്, അച്ഛൻ ബിസിനസ്. ഓ, ഓക്കെ ഓക്കെ. എല്ലാം ഒറ്റ ശ്വാസത്തിൽ ഒറ്റ പറയുന്ന ശാസ്ത്രം കുട്ടിയാണ്. പറഞ്ഞു തീർത്തു. അൻസിയെ പാട്ട് പാടുന്ന ആളാണോ? ആ പാട്ടൊക്കെ പഠിക്കാൻ പോകണ്ടോ? ഇല്ല, വീട്ടിലിരുന്ന് പഠിക്കുകയാണോ? അമ്മ പഠിച്ചു. അമ്മ പഠിപ്പിക്കും? ആ അമ്മ പാട്ട് പാടുവോ? ആ ആണോ? ആ അമ്മനെ കൊണ്ട് പാട്ട് പാടിക്കണോ? അതെ. അമ്മ അമ്മ ഉണ്ടോ തൊട്ടടുത്ത്? ആ അപ്പൊ അമ്മയെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിപ്പിച്ചാലോ? നമസ്കാരം, അമ്മയുടെ പേരെന്താണ്? ഷർമില. ശർമിള. ശർമിള ചേച്ചി. ഹലോ. ആ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു. ആണോ? എന്തു പറ്റി? പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ടോ? മകളെ പാട്ട് പഠിപ്പിച്ചത് അമ്മയാന്ന് പറഞ്ഞല്ലോ അല്ലേ? അതെ. പഠിച്ചിട്ടില്ല, കേൾക്കുന്നതൊക്കെ വെച്ച് പാട്ട് പഠിപ്പിക്കുന്നതല്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ആണോ? അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാവോ? ശ്രമിക്കാം. ആ, ശ്രമിച്ചൊരു കുഞ്ഞു പാട്ട് പാടി തന്നാ മതി. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ കഴുകാൻ ഞാൻ ഉറങ്ങൂ, നീ ഉറങ്ങൂ. പഠിപ്പിക്കാൻ പറ്റിയ ആളാണ് കേട്ടോ. ഇപ്പൊ ഇനി നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. അമ്മയാണോ മകളാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഗെയിമില്? മോള് പാർട്ടിസിപ്പേറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ അൻസിക്ക് ഫോൺ കൊടുത്തേക്ക്. ഹലോ. ആ, അൻസി അപ്പൊ റെഡി ആണോ മത്സരത്തിന്? ആ വേറെ എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഇപ്പൊ ഇതിനു മുമ്പ് വിളിച്ച 2 കോളറിന് സമ്മാനം കിട്ടിയിട്ടില്ല. ആ അപ്പൊ അൻസി ലാസ്റ്റ് കോളറാണ്. അപ്പൊ അൻസി ആയിരിക്കണം സമ്മാനം മേടിക്കേണ്ടത് അല്ലേ? അതെ. ആ ആ, നല്ല സമ്മാനാണ്. അപ്പൊ പാട്ട് കേൾക്കാം. ആ ഓക്കെ. ഓക്കെ. பூவைத்தாய் பூவைத்தாய் நீ பூவைக்கோர் பூவைத்தாய் மணப்பூ வைத்து பூவைக்குள் தீ வைத்தாய். കേട്ടോ? ആ നല്ല പാട്ടല്ലേ? ആ ഏതാന്ന് മനസ്സിലായ? ആ ഈ ആ ആ ആ എന്നല്ലാതെ വേറെ ആൻസർ ഒന്നും ഇല്ലേ? മനസ്സിലായി. ആ, അങ്ങനെ പറ, മനസ്സിലായെന്ന് പറ. അപ്പൊ മനസ്സിലായ പാട്ടൊന്ന് പാടിക്കേ കേക്കട്ടെ. മുൻപേ വാ എന്നൻപേ വാ. ആ, വാ പോരട്ടെ. പൂപ്പൂവായ്. അത് അമ്മയ്ക്കറിയാം. മുൻപേ വാ എന്നൻപേ വാ, പൂപ്പൂവായ് പൂപ്പൂവായ്, അൻപേ വാ എന്നൻപേ വാ, പൂപ്പൂവായ് പൂപ്പൂവായ്. പൂവ് കുറച്ച് കൂടി പോയിട്ടുണ്ട്, കുഴപ്പമില്ല എന്തായാലും അല്ലേ? ലിറിക്സ് അവിടെ ഇവിടെ ഒക്കെ തെറ്റിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ അത്രയ്ക്ക് വലിയ ജഡ്ജ്മെന്റ് ഒന്നും നടത്തുന്നില്ല ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സമ്മാനം ആ, കിട്ടിയിട്ടുണ്ട്. സമ്മാനമുണ്ട്. ഓക്കെ, സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 GB നെറ്റ് പാക്ക് ആണ് സമ്മാനം. ഒരു സമ്മാനം. വേറൊരു സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവിഷ് മാട്രസിന്റെ ഒരു കിടലായിട്ടുള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 2 സമ്മാനങ്ങളുണ്ട്. ഇത് അമ്മയാണോ മോളാണോ എടുക്കാൻ പോണത് ഈ സമ്മാനം? നെറ്റ് മകളെടുക്കും, ഫോർവിഷന്റെ ഗിഫ്റ്റ് അമ്മ. മോൾക്ക് നെറ്റിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കണല്ലേ. ഈ സോങ് നമ്മൾ എന്തായാലും പ്ലേ ചെയ്യാൻ പോവാണ്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എന്റെ ഫ്രണ്ടിന്.
ഏത് ഏത് ഫ്രണ്ട്? ഫ്രണ്ട്? കീർത്തി. കീർത്തി. കീർത്തിക്ക് മാത്രം മതിയോ? കീർത്തി, ശ്രേയ, റിയ, അലോന, രോഹിണി. കീർത്തിക്ക് മാത്രം ആ, മതിയായിരുന്നു. അപ്പൊ കീർത്തി മാത്രം മതി. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും അല്ലേ? ആ, എല്ലാ ഫ്രണ്ട്സിനും. എവിടെയാ പഠിക്കുന്നത് ചോദിക്കാൻ പറഞ്ഞതല്ലേ? എവിടെയാ പഠിക്കണേ? ചിന്മയ വിദ്യാലയ. തിരുവനന്തപുരത്ത് തന്നെ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു? 7ല്. 7th. 7th. ഓക്കെ, 7th ഏതാ ഡിവിഷൻ ഏതാ? സി. ആ, അപ്പൊ 7th സീരിയൽ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയോ? ആ. തിരുവനന്തപുരത്ത് നിന്ന് അൻസിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ എപ്പിസോഡിൽ ആകെ സമ്മാനം കിട്ടിയത് അൻസിയക്കാണ്. അപ്പോൾ അൻസിയ ഇനി കാണാൻ പോകുന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം കീർത്തനയ്ക്കായിരുന്നു. പിന്നീട് പറഞ്ഞു 7th സിയിൽ, അൻസിയ പഠിക്കുന്ന 7th സിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ടുണ്ടല്ലോ അൻസിയുടെ ഉമ്മയ്ക്കും വേണ്ടിയിട്ടും കൂടെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കത് കാണാം. ഹർഷ, ഈ സിനിമ ഏതാണെന്നറിയാമോ? സിൽറിനൊരു കാതൽ. ആ കാതൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു പ്രണയം കിടക്കുന്നില്ലേ? പിന്നെ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഹർഷ കണ്ടപ്പോഴേ? എനിക്ക് ഇഷ്ടപ്പെട്ട. എങ്ങോട്ടൊക്കെ വരവ്? ഇല്ലില്ല, ഞാൻ ഇനി ചോദിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നമ്മൾ ഈ പടം കണ്ടപ്പോഴേ നമുക്ക് ശരിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ ഞാൻ കണ്ടത്. ഞാൻ അന്നേരം ജനിച്ചിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് സിനിമ കണ്ടത്. കാരണം ഹർഷ ജനിച്ചിട്ടില്ല. ഹർഷ പിന്നെ യൂട്യൂബിലൊക്കെ ഇരുന്നിട്ടാണ് തോന്നുന്നു കണ്ടതല്ലേ? വളരെ വൈകിയായിരുന്നു ഞാൻ കണ്ടത്. സാരില്ല ഇപ്പോഴും LKG സ്റ്റുഡന്റ് എന്നാണ് വിചാരം. പക്ഷെ കുഴപ്പമില്ല, മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കണം. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. എന്തായാലും പറഞ്ഞു വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കിട്ടുന്ന സിനിമയാണ്. അതെ, നല്ല സിനിമയായിരുന്നു. സൂര്യ എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷം അല്ലേ സിനിമ എന്ന് പറയുമ്പോ? ഈ സിനിമയിലെ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഭൂമികയാണ് ഇഷ്ടപ്പെട്ടെ. എനിക്ക് ചോദിക്കാൻ ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഭൂമികയാണ് ഈ പടത്തിൽ. കാരണം ആ ക്യാമ്പസ് കാലഘട്ടമൊക്കെ അല്ല അതില്. ആ സമയത്ത് ഭൂമികയായിരുന്നല്ലോ. കോളേജിൽ നിന്ന് ഇറങ്ങിയില്ലാന്നാ വിചാരം. എന്താ ചെയ്യാ? അല്ല, ഇപ്പോഴും ഞാൻ കോളേജിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്. കൊള്ളാം. മതി, നമുക്ക് നിർത്താൻ സമയമായി. എന്തായാലും ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം സമ്മാനം കിട്ടിയുള്ളൂ അല്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആഞ്ഞ് ശ്രമിക്കണം. പാട്ടൊക്കെ ഇരുന്ന് വീട്ടിലിരുന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ സമ്മാനം കിട്ടുള്ളൂ. ഞങ്ങൾ പരമാവധി ശ്രമിക്കും സമ്മാനം തരാതിരിക്കാൻ. പക്ഷെ നിങ്ങൾ നേടിയെടുക്കണം. ഈ പ്രോഗ്രാമിൽ പലരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നതിനേക്കാൾ ഉപരി അവർക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ മെയിൽസിലൊക്കെ കണ്ടിട്ടില്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെയിൽസ് മൊത്തം വരുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഇനി നമുക്ക് നല്ല പാട്ടും കൂടെ പാടിത്തരണം. അങ്ങനെ വെച്ചിട്ട് പാട്ട് പാടാൻ അറിയുന്നവർ മാത്രമേ വിളിച്ചില്ലെങ്കിലോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വിളിക്കണം കേട്ടോ. എല്ലാവർക്കും പാട്ട് ഇതിലൂടെ പഠിക്കാം. അതല്ലേ, നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റിയൊരു വേദിയാണിത്. ആരും നിങ്ങളെ കുറ്റം പറയില്ല. ബിക്കോസ് ഞങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങളായതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലേ? അങ്ങനെ നീട്ടി നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വരെ വർത്താനം പറയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താല്ലേ? അല്ല, അപ്പൊ നമ്മുടെ ഇതൊക്കെ മെയിൽ ഐ ഡി ഒക്കെ ഒന്ന് തീർച്ചയായിട്ടും. അപ്പം ഇനിയും മെയിലുകൾ അയക്കുക. നമ്മൾ ഒരുപാട് മെയിലുകൾ കിട്ടുന്നുണ്ട്. ആ മെയിലിനൊക്കെ പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ഇന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അയക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ നമ്മുടെ ഒരു രീതി അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പ്രത്യേകം എടുത്ത് പറയാത്തത്. അപ്പം ഇനിയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ ഇമെയിൽ ID beatbuffjh@gmail.com എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മെയില് അയക്കുക, നിർദ്ദേശങ്ങൾ അയക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലേ? പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കോളൂ. ഇത് അപ്പോൾ നമുക്ക് ബൈ പറയാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. Gift sponsored by Sukhanitrekkai Hovish Mattress.